ശ്രീ കെ പ്രേംകുമാർ, ഇന്ന് നിയമസഭയിൽ ഈ വിഷയവുമായി നടന്നത് എന്തൊക്കെയാണ്? താങ്കൾ അതിൽ സജീവ സാന്നിധ്യമായിരുന്നല്ലോ. യെസ്, ഒന്ന് അങ്ങയുടെ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് ഈ വിഷയത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം UDF ആവശ്യമായിട്ട് ഉന്നയിക്കുന്നത്? കേരളത്തിലെ നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്തു പാളിച്ച പറ്റിയെന്നാണ് UDF ആരോപിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചെങ്കിലും അവർ വ്യക്തമാക്കണ്ടേ? കേരളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയിൽ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ് എന്ന് ജനസമക്ഷം പറയണ്ടേ? ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ചോദ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ്. അവർ ഇവിടെ ഇപ്പോൾ പറയുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തില്ല എന്നാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഒരു പുതിയ വിഷയം വന്നാൽ, പുതിയ മാനം വന്നാൽ, പുതിയ സാഹചര്യം വന്നാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുകയല്ലേ വേണ്ടത്? എങ്കിൽ പിന്നെ സഭ നടത്താൻ അനുവദിക്കണ്ടേ? അപ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ നിയമസഭയിൽ സ്പീക്കർ അനുമതി നിഷേധിച്ചു എന്ന ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രതികരണം നടത്താനുള്ളൊരു അവസരം യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നല്ലോ. അതല്ലെങ്കിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൻ്റെ യുക്തി എന്താണ്? ഇവിടെ ഇപ്പോൾ കോടതിയെ വിശ്വാസത്തിലെടുക്കാത്തതും കോടതി നടപടികളിൽ നിന്ന് എല്ലാ നിലയിലും അപഹാസ്യമായി കൊണ്ടിരിക്കുന്നതും ആരാണ് എന്ന് ഇന്ന് നിയമസഭയ്ക്കകത്ത് നിയമവകുപ്പ് മന്ത്രി ശ്രീ രാജീവ് കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു. കേരളത്തിൻ്റെ പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ആ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമാക്കിയല്ലോ. ഇപ്പോൾ CMRL വിഷയത്തിൽ എന്താണ് മാത്യു കുഴൽനാടന് സംഭവിച്ചത്? ഇപ്പോൾ പറയുമ്പോൾ ശബരിമല പറയുമ്പോൾ എക്സാലോജിക്ക് പറയുകയാണോ എന്ന് ചോദിക്കട്ടെ. സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ പുകിൽ? ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചർച്ചയ്ക്ക് എടുക്കുമായിരുന്ന വിഷയം അതാകുമായിരുന്നില്ലേ? അപ്പോൾ കോടതി കേരളത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭാ അംഗത്തോട് 10 ലക്ഷം രൂപ ഫൈൻ ഇടണോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് UDF ആസൂത്രണം ചെയ്ത് നൽകിയിട്ടുള്ള ഹർജി അത് തള്ളിപ്പോകുന്ന സാഹചര്യമല്ലേ നമ്മൾ കണ്ടത്? അല്ല, അന്താരാഷ്ട്ര കോടതിയിലേക്ക് അപ്പീൽ. അതെ, എവിടെ പോയാലും അപ്പീലിന് പോകാൻ വിധിയായിട്ടുണ്ടെന്ന് പറയുമെന്ന നിലയിൽ ട്രോളുകൾ വ്യാപകമാണല്ലോ. ഞാൻ അതിൻ്റെ മറ്റ് അംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇപ്പോൾ ഇവർ പറയുകയാണല്ലോ അമ്പലം വിഴുങ്ങികളെന്ന്. ആരാ അമ്പലം വിഴുങ്ങികൾ? അതിൻ്റെ ഡീറ്റെയിൽസ് വേണോ? UDFൻ്റെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് ശർക്കര വാങ്ങിയതിലുള്ള അഴിമതി, പാത്രം വാങ്ങിയതിലുള്ള അഴിമതി, അവിടെ നിയമനം നടത്തിയതിലുള്ള അഴിമതി, അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി FIR ഇട്ട് അന്വേഷണം നടക്കുകയല്ലേ? ഞാൻ പറയുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം VN വാസവൻ എടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് ഈ നീക്കത്തിന് പിറകിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണോ എന്ന് സംശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയുമ്പോൾ എന്തിനാ UDFന് പൊള്ളുന്നത്? നിങ്ങൾ പറ. കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി എങ്ങനെ ഇടപെട്ടു എന്ന ഈ വിഷയത്തിൽ ആരെ സംരക്ഷിച്ചു എന്ന? കേരളത്തിലെ ഹൈക്കോടതി മുന്നോട്ട് വെച്ച ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ട് വന്ന് ഏതെങ്കിലും ഒരു കേസിൽ കേരളത്തിലെ ഗവൺമെൻറ് ഈ കഴിഞ്ഞ 9.5 കൊല്ലക്കാലം ഏതെങ്കിലും ഒരു കേസിൽ കുറ്റം ചെയ്തവർക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അവർക്ക് നീതി നൽകുന്ന കാര്യത്തിൽ, നമ്മുടെ നാടിൻ്റെ ക്രമസമാധാനം പാലിക്കുന്ന കാര്യത്തിൽ, വർഗീയ സംഘർഷങ്ങളില്ലാത്തൊരു നാടായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ BJPയുടെ കയ്യിൽ നിന്ന് വടി വാങ്ങി നിയമസഭയ്ക്കകത്ത് കേരളത്തിലെ ഭരണപക്ഷത്തെ അടിക്കാൻ ശ്രമിക്കുകയല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലെ UDF ചെയ്യുന്നത്? ആ കാര്യം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇപ്പോൾ BJP പറയുന്നത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ്. എന്താ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടത്തിയ കേസുകളിലെ കൺവിക്ഷൻ റേറ്റ് എന്താണ്? അപ്പോൾ ഈ വക കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയുമില്ലാത്തവരായിട്ട് മാറിയോ കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ നിയമസഭ നടത്താൻ സമ്മതിക്കില്ല, അതാണോ തീരുമാനം? വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കുന്ന ഒരു സന്ദർഭം, ഏക കിടപ്പാടത്തിൽ നിന്ന് ഒഴിവാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ല്, കേരളത്തിലെ പൊതുജന സേവനം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള ബില്ല്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ബില്ല്, ആ ബില്ലുകൾ പാസ്സാക്കുന്ന സന്ദർഭത്തിൽ UDFന് വിയോജിക്കാവുന്ന സന്ദർഭത്തിൽ വിയോജിക്കാമല്ലോ. അത്തരത്തിലുള്ള ഒരവസരം നിയമസഭയിൽ അത്തരം സംവാദത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് നിയമസഭയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും മാറ്റാൻ ഉത്തരവാദിത്തപ്പെട്ടവർ, അക്രമം കാണിക്കുന്നതെല്ലാം ഇടതുപക്ഷമാണ് എന്ന് ആക്ഷേപിച്ചവർ ഇപ്പോൾ സഭ നടത്താൻ സമ്മതിക്കാത്ത സാഹചര്യമല്ലേ? എന്ത് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് UDF പറയണ്ടേ? കേരളത്തിലെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു വിവരം കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ വന്നോ?
അങ്ങനെ വന്നെങ്കിൽ ഒരു നിമിഷം കേരളത്തിലെ ഗവൺമെൻറ് രണ്ടാമതൊന്നും ആലോചിക്കാതെ തീരുമാനമെടുക്കില്ലേ? അതിനുള്ള ആർജവമുള്ള ഗവൺമെൻറ് അല്ലേ കേരളത്തിലെ ഗവൺമെൻറ്? നിലവിൽ ഏതെങ്കിലും ഒരു ഏജൻസി കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കുറ്റം ചെയ്തിട്ടുള്ളവരിൽ ആരായാലും അത് കണ്ടെത്താനല്ലേ അന്വേഷണം? ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആ നിലയിൽ കാണുകയും ചെയ്യുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് കേരളത്തിലെ UDF തെരഞ്ഞെടുപ്പിനുള്ളൊരു ആയുധമായി ഇതിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായും.